ഇന്നൊരു മലായ് ചിക്കൻ ഉണ്ടാക്കാം. മലായ് മീൻസ് ക്രീം, അതായത് ക്രീമും നട്ട്സും തൈരും ഒക്കെ വെച്ചിട്ടുള്ളൊരു ചിക്കൻ. അത്രയേ ഉള്ളൂ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഒരു മുഗൾ ക്യുസീൻ ഇൻഫ്ലുവൻസ് ആണ് ഇതിനുള്ളത്. ആദ്യം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വിത്ത് ഓർ വിത്തൗട്ട് ബോൺസ് എടുക്കാം. ഇനി ഇതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. നട്ട്സ്, പച്ചമുളക്, സവാള, ജിഞ്ചർ, ഗാർലിക്, മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ടൊരു 1/2 കപ്പ് പുളിയില്ലാത്ത കട്ടത്തൈര്, ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ടാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. നല്ല ക്രീം പോലെ അരഞ്ഞു വരണം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഈ മലായ് മിക്സ് ഉണ്ടല്ലോ, നമ്മൾ അരച്ചു വെച്ച മലായ് മിക്സ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെച്ചിരുന്നാൽ നല്ലതാണ്. ഒരു 1/2 അവർ ഒക്കെ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. റെസ്റ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കന് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഈ പീസസ് ഒക്കെ ഒന്ന് ഈ ഗ്രേവിയിൽ നിന്നും മാറ്റിയെടുത്ത് വയ്ക്കുക. ഗ്രേവി അവിടെ ഇരിക്കട്ടെ, പിന്നെ നമുക്ക് യൂസ് ഉണ്ട്. എന്നിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഈ ചിക്കൻ പീസസിനെ അതിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഒരു 3/4 ഭാഗം വെന്ത് വരണം. അങ്ങനെ വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ. അതവിടെ ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഓയിൽ മതി, ഒരുപാട് ഓയിൽ വേണ്ട. എന്നിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഇടുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഒരു ബേ ലീഫ് ഒക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, മലായ് ഗ്രേവി മാറ്റി വെച്ചിരിക്കുന്ന ആ ഗ്രേവി ഒഴിക്കുക. ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ പീസസിനെ ഇതിന് മേലേക്ക് നിരത്തി വെക്കുക. ഓരോന്നായിട്ട് ഇട്ടങ്ങോട്ട് അടുക്കി നിരത്തി വെക്കുക. എന്നിട്ടൊരു 5 to 10 മിനിറ്റ്സോളം ഒന്ന് കുക്ക് ചെയ്ത് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും ഒക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചുകൂടി കസൂരി മേത്തി ഇടാം. കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. എനിക്കൊരു കുറുകിയിരിക്കുന്ന കൺസിസ്റ്റൻസിയാണ് ഇതിനിഷ്ടം. ഇത് ചപ്പാത്തിയുടെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എന്നും ഇങ്ങനെ നോർമൽ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടുകാരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കൂ. ബൈ.